1917 ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി തോപ്പിച്ചു, ചതിച്ചു, ഖിലാഫത്ത് തകർത്തു. 1908 സുശക്തനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് രണ്ടാമനെ ഗ്രീസിലേക്ക് നാട് കടത്തി. പിന്നെ ചതിപ്രയോഗങ്ങൾ നടത്തി, ചില പാവകളെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി തകർന്നു. 8 ലക്ഷം പട്ടാളവും 42 ലക്ഷം സിവിലിയന്മാരുമായി തുർക്കി കൊല ചെയ്യപ്പെട്ട് തുർക്കി തകർന്നു. 1917 ചിന്തിക്കുന്നത് 1917 എന്ന് നോക്കുമ്പോൾ അതാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയാനുള്ള കാരണം. അതിനു മുമ്പ് അത്രയേറെ ഒരു വികസിതമായ രാഷ്ട്രമല്ല ബ്രിട്ടൻ. അങ്ങിങ്ങൊക്കെ കോളനി ഉണ്ടെങ്കിലും ആ കോളനിയുടെ ഏറ്റവും വലിയ വികാസം ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലില്ല, പരിസരത്തില്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്ക ഭാഗത്ത് തന്നെ വഹാബി നേതാവായ അബ്ദുൽ അസീസ് രാജാവ് അബ്ദുൽ അസീസ് അന്ന് ദർഇയയിലെ കൊച്ചു നാട്ടുരാജ്യം അയാളുടെ കയ്യിലാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാരുമായി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങളെ സഹായിക്കില്ല, നിങ്ങളുടെ കൂടെ നിൽക്കും. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം കഴിഞ്ഞാൽ എല്ലാ സൗകര്യവും ചെയ്തു തരണം. ബ്രിട്ടൻ ഇയാൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, ദാരിൻ ഉടമ്പടി അനുസരിച്ച് ആദ്യം തന്നെ അയാൾക്ക് 20,000 പൗണ്ട് കൊടുത്തു ബ്രിട്ടൻ. പിന്നെ എല്ലാ മാസവും 5,000 പൗണ്ട്. ഇതൊക്കെ ചരിത്ര രേഖയുണ്ട്, പരിശോധിക്കുന്നവർക്ക് എളുപ്പത്തിൽ കിട്ടും. 60,000 പൗണ്ട് കൊടുത്ത സമയമുണ്ട്, 1,00,000 പൗണ്ട് വരെ കൊടുത്ത സമയമുണ്ട്. മാസം വലിയ തുക കൊടുക്കും. എന്തിന്? ഈ മിഡിൽ ഈസ്റ്റിൽ ബ്രിട്ടന്റെ ആളായി, എല്ലാ ചതിയുടെയും ഒരാളായി ബ്രിട്ടന് വേണ്ടി നിന്നു കൊടുക്കുകയായിരുന്നു വഹാബി നേതാവായ അബ്ദുൽ അസീസ് ചെയ്തത്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ചതിയൻ, രണ്ടാം വഹാബിയത്ത് വരുമ്പോൾ ചതിയൻ അബ്ദുൽ അസീസ് ആണ്. ഇന്നത്തെ സൽമാന്റെയും അബ്ദുള്ളയുടെയും ഫഹദിന്റെയും സുഊദിന്റെയും ഫൈസലിന്റെയും ഖാലിദിന്റെയും ഒക്കെ ബാപ്പയായി 1953 മരിച്ച അബ്ദുൽ അസീസ് ആണ് സത്യത്തിൽ വഹാബിയത്തിന്റെ പ്രമോട്ടറും അയാളാണ്, ഏറ്റവും വലിയ ചതിയനുമായി. അയാൾ ദാരിൻ ഉടമ്പടി നടത്തി 915. പിന്നെ 919 സത്യത്തിൽ മുസ്ലിം ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ പ്രയാസവും ഫലസ്തീനാണ്. ഈ ഫലസ്തീന്റെ അടിസ്ഥാന കാരണക്കാരൻ വഹാബി നേതാവായ അബ്ദുൽ അസീസ്. അയാളാണ് രണ്ടാം വഹാബിയത്തിന്റെ പ്രമോട്ടർ, അതിന്റെ പിതാവ്, അതിന്റെ സംസ്ഥാപകൻ. ഇന്ന് വഹാബിയത്തിന് ലോകത്തുള്ള എല്ലാ ഇൻഫ്ലുവൻസും എല്ലാം നേടിക്കൊടുത്തിട്ടുള്ളത് സാക്ഷാൽ അബ്ദുൽ അസീസാണ്. 1953 അയാൾ മരിക്കുമ്പോൾ ഇന്ന് വഹാബിയത്തിനുള്ള എല്ലാവിധ നേട്ടവും അതിന്റെ അടിസ്ഥാനം മുഴുവനും അബ്ദുൽ അസീസ് ഉണ്ടാക്കി കൊടുത്തതാണ്. എങ്ങനെ അബ്ദുൽ അസീസിന് ഇത് കിട്ടി? അബ്ദുൽ അസീസ് 915 ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്തെ ബ്രിട്ടന്റെ ഏറ്റവും വലിയ ഏജന്റാണ്. ബ്രിട്ടനിൽ നിന്ന് പണം കൈപ്പറ്റുന്ന ആളാണ്. 5,000 പൗണ്ട് മാസത്തിൽ. 5,000 പൗണ്ട് എന്നാൽ അക്കാലത്ത് വലിയ ഒരു തുകയാണ്. ഇന്നത്തെ സൗദിയോ ഹിജാസോ അന്ന് അബ്ദുൽ അസീസിന്റെ കയ്യിലില്ല. അന്ന് ദർഇയയിൽ നിന്ന് അവർ പിടിച്ചടക്കിയ കുറഞ്ഞ ഭാഗം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അവരവനങ്ങ് നാട്ടുരാജാവായി കഴിഞ്ഞുകൂടാണ്. പഴയ സൗദിനെ പോലെ തന്നെ 1806 ഹിജാസ് പിടിച്ചടക്കി. പിന്നെ 1818 കൂടെ മുഹമ്മദ് അലി പാഷയും തുർക്കികളും എല്ലാം ചേർന്ന് വഹാബികളെ തിരിച്ചോടിച്ച് പരാജയപ്പെടുത്തി. എന്നേക്കുമായി വഹാബി ഭരണം അവസാനിച്ചു 1818. പിന്നെ വഹാബികൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ വഹാബികൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുമായി യോജിച്ചു.
പ്രത്യേകിച്ച് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ അതിന്റെ പിന്നിൽ നടന്ന ഒരുപാട് ചാരപ്പണികളും ചരടുവലികളും ഉണ്ട്. അത് പിന്നീട് പറയും. 1915 ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ അദ്ദേഹം അബ്ദുൽ അസീസ്, വഹാബിയായ അബ്ദുൽ അസീസ്, അന്ന് അയാൾ വലിയ രാജാവൊന്നുമല്ല, അയാൾ ബ്രിട്ടനുമായി രഹസ്യ കരാറിൽ ഒപ്പിട്ടു. 1919 ദീർഘമായ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ വളരെ പ്രവിശാലമായ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ കറുത്ത പുള്ളി പെർസിക്കോക്സുമായി വഹാബിയായ അബ്ദുൽ അസീസ് നടത്തിയ കരാറാണ്. ആ കരാർ ഞാൻ കാണിക്കാം, ഒന്ന് കണ്ടു നോക്ക്. സുൽത്താൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ആൽ ഫൈസൽ ആൽ സഊദ് അന്നയാൾ ഹിജാസിന്റെ സുൽത്താനല്ല, സഊദി എന്ന രാജ്യവും അന്നില്ല. ഈ കരാറിന്റെ പേരിൽ പിന്നീട് ബ്രിട്ടൻ കൊടുത്തതാണ് ഇന്നത്തെ സഊദിയ. പെർസിക്കോക്സുമായി ഞാനിതാ കരാറൊപ്പിടുന്നു, സമ്മതിക്കുന്നു. അൽഫമറ 1000 തവണ. മന്ദൂബി ബരീത്താനിയൽ ഉലമാ ലാ മാനിഅ ഇൻദി. ബ്രിട്ടീഷ് മഹാബ്രിട്ടന്റെ വക്താവായ പെർസിക്കോക്സുമായി ഞാനിതാ കരാറിൽ സമ്മതിക്കുന്നു. ലാ മാനിഅ ഇൻദി. എന്റെ അടുക്കൽ ഒരു വിലക്കുമില്ല, തടസ്സവുമില്ല. മിൻ ഇഅ്താഇ ഫലസ്തീൻ, ഫലസ്തീൻ കൊടുക്കുന്നതിൽ ലിൽ മസാക്കീനിൽ യഹൂദ്, യഹൂദി മിസ്കീന്മാർക്ക് കൊടുക്കാൻ എനിക്കൊരു വിരോധവുമില്ല. ആരാണ് ഈ പറയുന്ന മിസ്കീന്മാര്? സിയോണിസ്റ്റുകള്. അവർ മിസ്കീന്മാരാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ഇന്ന് അറിയാം, അന്നും അറിയാം. പക്ഷേ ഇയാൾക്ക് വേണ്ടത് വഹാബിയത്താണ്. ചതിച്ചു ഈ വഹാബി. മുസ്ലിം സമുദായത്തിന്റെ കണ്ടകോടാലി കഴുത്തിൽ കോടാലി വെച്ചത് ഈ വഹാബിയാണ്, അബ്ദുൽ അസീസ് എന്ന വഹാബി. ഇയാളെപ്പോലെ, ഈ വഹാബിയെ പോലെ മുസ്ലിം ലോകത്തെ ചതിച്ച വേറൊരാളില്ല. ഇന്നത്തെ സകല പ്രശ്നവും ഈ വഹാബി ഉണ്ടാക്കിയതാണ് അബ്ദുൽ അസീസ്. 1919 പെർസിക്കോക്സുമായി കരാർ. എന്തുകൊണ്ട്? 17 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴോ ബ്രിട്ടന്റെതല്ലാത്ത ഒരു തുണ്ട് ഭൂമി മിഡിൽ ഈസ്റ്റിലില്ല. അതിന് ബ്രിട്ടന് പറ്റിയത് ചെയ്താലേ ബ്രിട്ടൻ ഇവർക്ക് വേണ്ടത് കൊടുക്കുള്ളൂ. 17 എന്ത് വന്നിട്ടുണ്ട്? ബാൽഫർ ഡിക്ലറേഷൻ. 1917 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ ബാൽഫർ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. എന്താ ബാൽഫർ ഡിക്ലറേഷൻ? അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായിരുന്ന ബാൽഫറുടെ പ്രഖ്യാപനമാണ് ചരിത്രത്തിൽ ബാൽഫർ ഡിക്ലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1917 ബാൽഫർ ഡിക്ലറേഷൻ. എന്താ ബാൽഫർ ഡിക്ലറേഷൻ? ഞങ്ങൾ ഫലസ്തീനെ പകുത്തിട്ട് ഒരു ഭാഗം മുസ്ലിമീങ്ങൾക്കും ഒരു ഭാഗം സിയോണിസ്റ്റുകൾക്കും കൊടുക്കും, ജൂതരാഷ്ട്രം സ്ഥാപിക്കും. ഫലസ്തീന്റെ പെരുമാറിൽ ശ്രദ്ധിക്കണം. ഫലസ്തീന്റെ പെരുമാറിൽ ജൂതന്മാർക്ക് ഞങ്ങൾ രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ വിദേശകാര്യമന്ത്രിയും നേരത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു ആര്? ബാൽഫർ. അയാൾ പ്രഖ്യാപിച്ചു 1917. അപ്പോൾ ചില രാജാക്കന്മാരൊക്കെ എതിരായി. ആ രാജാക്കന്മാരെയൊക്കെ പിന്നീട് ബ്രിട്ടൻ ഒഴിവാക്കി. ഞാൻ അടുത്ത പ്രസംഗത്തിൽ പറയാം. അപ്പോൾ ഇവർ ഒട്ടിച്ചേർന്ന് നിന്നു. എന്റെ ബ്രിട്ടൻ ഒഴിവാക്കുന്ന മുസ്ലിം രാജാക്കന്മാരുടെ രാജ്യങ്ങളെയൊക്കെ തനിക്കാക്ക. ഹുസൈൻ ബിൻ അലി എന്ന് മക്ക മദീന ഭരിച്ചിരുന്ന രാജാവ്, മാത്രമല്ല മദീന അടക്കമെല്ലാം പിടിച്ചടക്കിയ രാജാവാണ് ഹുസൈൻ ബിൻ അലി. ആദ്യം അയാൾ മക്കയിലെ ശരീഫായിരുന്നു, പിന്നെ മക്ക മദീന ഒന്നിച്ച് പിടിച്ചടക്കി, അവിടെ രാജാവായി. പക്ഷേ ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ ഹുസൈൻ ബിൻ അലിയാണ്. ആ ഹുസൈൻ ബിൻ അലിയെ നിർത്താൻ പറ്റൂല, അത് പോറ്റാൻ പറ്റിയ സാധനമല്ല. ഒരു കാലത്ത് ബ്രിട്ടന്റെ അനുയായിയാണ് ഹുസൈൻ ബിൻ അലി. പക്ഷേ ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹുസൈൻ ബിൻ അലി ഗർജിച്ചു. അപ്പോൾ ഹുസൈൻ ബിൻ അലിയെ ഒഴിവാക്കാൻ ബ്രിട്ടീഷ് താല്പര്യമുണ്ടായി.
അതേ സമയത്ത് ഒപ്പിട്ട് കൊടുത്തു. ആര്? ഈ കാണുന്നത് കാണിക്കൊണ്ടുകൂടെ. ഈ ഒപ്പിടൽ വരുന്നത് 919 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് 14 ട്രീറ്റി ഓഫ് ഡാരിൻ 15 എന്നിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ഒത്താശക്കാരനായി വഹാബികള് 17 ബാൽഫർ ഡിക്ലറേഷൻ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതോട് കൂടെ ബാൽഫർ പറഞ്ഞു ഞങ്ങൾ ജൂതരാഷ്ട്രം സ്ഥാപിക്കും. 19 ഈ കരാർ. അപ്പോൾ എന്തായി? ക്ലിയറായി. എന്ത്? ഇവരെ പോറ്റാൻ പറ്റുമെന്ന് ബ്രിട്ടൻ തീരുമാനിച്ചു. ആ പോറ്റലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവർ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കുട്ടിയാണ്, കുഞ്ഞുമോനാണ്. ഇത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അന്തല്ലാന്ന് മനസ്സിലാവും. ചരിത്രം പഠിക്കുകയും ഇവർക്കൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല. ഇവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ല അമേരിക്ക എന്നാണ്. ആ രൂപത്തിലാണ് അവരെ പരിപാടികൾ പിന്നീട് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്കി, ചരിത്രം പഠിച്ചു നോക്കി. 919 ഇവര് കൊടുത്ത കരാറാണിത്. ഇതിന് ഒരു വിരോധമില്ല, ഒരു കുഴപ്പമില്ല. പിന്നീട് ഹുസൈൻ ബിൻ അലിയെ പുറത്താക്കി. പിന്നെ കേറി അടിച്ച് മക്ക, ജിദ്ദ എല്ലാം ഇവർ കൈവശപ്പെടുത്താൻ 17 19 മുതൽ ബ്രിട്ടനും അമേരിക്കയും സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. 1924 25 ആയപ്പോഴത്തിന് മക്ക, മദീന, ഹിജാസിന്റെ ഏകദേശ ഭാഗങ്ങള്, ജിദ്ദ അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ഏകദേശം എല്ലാം അന്ന് അബ്ദുൽ അസീസിന്റെ കയ്യിലായി പോയിട്ടുണ്ട്. മറ്റു നാട്ടുരാജാക്കന്മാരെല്ലാം ബ്രിട്ടൻ പുറത്താക്കി. എന്തേ? അവരൊന്നും പോറ്റാൻ പറ്റൂല, അവർ പലസ്തീൻ ജൂതന്മാർക്ക് കൊടുക്കാൻ സമ്മതിക്കൂല. പിന്നെ പറ്റിയ കുട്ടിയാണ് ആര്? അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസുമായി അനവധി ഉടമ്പടികൾ നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ പല ഉടമ്പടികളും കരയിൽ നടത്താൻ പറ്റാത്തതിന് കപ്പലിൽ പോയി നടത്തിയ ഉടമ്പടികളുണ്ട്. രഹസ്യ ചർച്ചകൾ, ഉൾക്കടലിൽ പോയിട്ട് രഹസ്യ ചർച്ചകൾ. ഒന്ന് കാണിക്കുക. അത് കപ്പലിലാണ് ഇപ്പൊ ആ രഹസ്യ ചർച്ച. ബ്രിട്ടീഷുകാർ വേണ്ടി രഹസ്യ ചർച്ചയാണ്. നടുവിലിരിക്കുന്ന നടുവിലിരിക്കുന്ന ആള് ആരാണ്? അറബി ഗോത്രം ഇട്ട അയാൾ, അതാണ് അബ്ദുൽ അസീസ്. അയാളാണ് സത്യത്തിൽ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ചതിയൻ. അയാളാണ് ഫലസ്തീൻ ഇപ്രകാരമാകാൻ കാരണക്കാരൻ. എല്ലാ ചതിയും അയാളാ ചെയ്തത്. നോക്കി നിങ്ങൾ എന്തൊരു ചൊറുക്കിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. ബ്രിട്ടീഷുകാർ മുട്ടുകുത്തിയായിരിക്കണം ഇയാളെ മുന്നിൽ. കാരണം ഇയാളതിന് മറ്റുള്ളവർക്കറിയാം. എല്ലാവരും അപ്പുറത്തിരിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളം ജനറൽ ബാക്കില്. കരയിലും കടലിലും എവിടെയും കപ്പലിന്റെ ഉള്ളിൽ രഹസ്യമായി നടത്തിയതാണ്. അതിന്റെ പേര് പിന്നിൽ ആ കാണുന്നത് പെർസിക്കോക്സ് ആണ്. പെർസിക്കോക്സുമായി നടത്തിയ ഉടമ്പടി അതാണ്. അതാണ് ബ്രിട്ടന്റെ നയതന്ത്രജ്ഞയായ ലേഡിയാണ് ഇപ്പുറത്ത്. അതാണ് പെർസിക്കോക്സ്. അയാളുമായിട്ടാണ് ഫലസ്തീൻ കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് ഈ കാക്ക ഒപ്പിട്ടത് ഇയാൾക്ക്. മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ചതിയൻ സഹായിക്കാനല്ല വഹാബി വന്നത്. എന്റെ ഫലസ്തീൻ സുന്നിയുടെ നാടാണ്, ഒലക്കുന്ന പ്രശ്നം എന്താ? മുസ്ലിങ്ങളല്ലേ. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ രാവും പകലും മൗലൂനും അന്നാടും റാത്തീവും നടക്കുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് വഹാബിസം പെട്ടെന്ന് എത്തിക്കാനും കഴിയില്ല. ഇവിടെ തന്നെ അന്ന് 8% വഹാബികളേ ഉള്ളൂ. അന്നാകെ ഇന്നത്തെ സൗദി നാട്ടിലാകുള്ളത് 8% സൗദി വഹാബികളാ. 92% ഉള്ളത് മാലവി തൊരീക്കത്താര്, ഖാദിരി തൊരീക്കത്താര്, ഇഫായി തൊരീക്കത്താര്, നക്ഷബന്ദി തൊരീക്കത്താര്, സുന്നികൾ 92% എന്ന് 1917, 19, 20, 24, 25 ഒക്കെ ഈ സമയത്ത്. അങ്ങനെ ബ്രിട്ടൻ എന്ത് ചെയ്ത്? ബ്രിട്ടൻ നല്ലൊരു ചതിയനായ കുട്ടിയെ കിട്ടി. സ്വന്തം സമുദായത്തെ ചതിക്കാൻ പറ്റിയ ഒരു കാക്കാനെ കിട്ടിയപ്പോൾ ബ്രിട്ടൻ എല്ലാ സൗകര്യമാണ് ചെയ്തു കൊടുത്തു.
മംലക്കത്തുൽ അറബിയത്ത് സൗദിയ എന്നുള്ള പേരൊന്നും അന്നും വന്നിട്ടില്ല. അതിന് പിന്നെ കുറെ കളിച്ചിട്ടുണ്ട്. ഏതായാലും ഹിജാസ് ഏകദേശം ഈ ഹിജാസുമായി ഒരു ബന്ധവുമില്ലാത്ത നാടാണ് സത്യത്തിൽ ദർഇയ്യയും രണ്ടും രണ്ടാ. ഹിജാസും ദർഇയ്യയും രണ്ടാ. അതിൻ്റെ ഇടയിൽ വലിയ മലയിടുക്കും മറ്റൊക്കെ ഉണ്ട്. അതൊന്നാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ അതൊന്നാക്കി ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന പേരിൽ 1927 തിരിച്ച് നിങ്ങൾക്കൊരു രാജ്യം ഞങ്ങൾ തരാം, 19 ഫലസ്തീൻ ജൂതന്മാർക്ക് കൊടുക്കാം എന്നതിന് 27 തിരിച്ച് ബ്രിട്ടൻ ഒപ്പിട്ട് കൊടുത്ത്. കാരണം പിന്നെ പറഞ്ഞ് പാലിക്കോ അല്ലേന്നും ബ്രിട്ടനൊന്ന് പരിശോധിക്കണമല്ലോ. ചില സംഘടനയിലൊന്നും ചില ഭീകര സംഘടനയിലൊന്നും പെട്ടെന്ന് മെമ്പർഷിപ്പ് കിട്ടൂല. ഒരു നല്ലൊരുക്ക നോക്കും ഒക്കെ നോക്കിയിട്ടേ ഉള്ളൂ. അതിന് ട്രീറ്റ് ഓഫ് ജിദ്ദ എന്ന് പറയുന്നത്, ജിദ്ദയിലാണ് ആ ഉടമ്പടി നടന്നിട്ടുള്ളത് 1927. കാണിക്ക്. അതാണ് ട്രീറ്റ് ഓഫ് ജിദ്ദ. അതാണ് ട്രീറ്റ് ഓഫ് ജിദ്ദ. എന്താണ് അതിൽ പറയുന്നത്? അതിൽ പറയുന്നത് റിയാദിനെയും ഹിജാസിനെയും ഒന്നാക്കി സൗദികൾക്കൊരു രാജ്യം സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ബ്രിട്ടൻ എല്ലാവിധ സൗകര്യവും ചെയ്തു തരാൻ തയ്യാറാണ്. 1917 ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് ബാൽഫർ ഡിക്ലറേഷൻ. 19 ഞങ്ങൾക്ക് വിരോധമില്ലെന്ന് വഹാബികൾ. 27 നിങ്ങൾക്ക് വഹാബി രാഷ്ട്രം സ്ഥാപിച്ച് മക്കയും മദീനയിലും വഹാബി രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്കും വിരോധമില്ല എന്ന് ബ്രിട്ടൻ. ബ്രിട്ടൻ അങ്ങനെ പറയാൻ കാരണം എന്താ? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ മക്ക മദീന അടക്കം എല്ലാം ബ്രിട്ടന്റെ അധികാരത്തിലാണ്. ബ്രിട്ടൻ അവിടെ ബ്രിട്ടൻ പോറ്റുന്നവരെ അവരെ നിർത്തുള്ളൂ. പോറ്റിയായിരുന്നു ഹുസൈൻ ബിൻ അലിയെ, പിന്നെ പുറത്താക്കിയ ആളെ പറ്റൂലാണ്ടപ്പോൾ അയാൾ പലസ്തീനെതിരായി. ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ട്. എന്താ സംഭവം? ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1873 മുതൽ ഷിയ രാജ്യം ഭരിക്കുന്ന ഷിയ രാജവംശമാണ് ഖ്വജർ രാജവംശം. ആ ഖ്വജർ രാജാക്കന്മാരൊക്കെ ബ്രിട്ടൻ അനുസരിച്ചൊക്കെ തന്നെയാണ് പോയിരുന്നത്. ബ്രിട്ടന്റെ ആശ്രിത രാഷ്ട്രം, ബ്രിട്ടന്റെ ഒരു പൂർണ്ണമായ അധികാരമൊന്നും അല്ലെങ്കിലും ബ്രിട്ടനൊക്കെ അനുസരിച്ചാണ് ഖ്വജർ രാജാക്കന്മാർ പോയിരുന്നത് 1873 മുതൽ. അതിന് അവസാനം ഭരിച്ച രാജാവാണ് അഹമ്മദ് ഷാ എന്ന ഷിയ രാജ്യമാണ് ഇറാൻ. ഇനിയാണ് നമ്മൾ വിഷയത്തിന്റെ കാര്യം മനസ്സിലാക്കുന്നത്. ഖ്വജർ രാജവംശമായിരുന്നു ഷിയ രാജവംശം ഇറാനിൽ. അവരുടെ അവസാനത്തെ രാജാവാണ് ആര്? അഹമ്മദ് ഷാ. ഈ അഹമ്മദ് ഷാ ബ്രിട്ടന്റെ ചില താല്പര്യങ്ങൾക്ക് എതിരായപ്പോൾ ഇയാളെ ഇവിടുന്ന് നീക്കിയിട്ട് ബ്രിട്ടന്റെയും അമേരിക്കയും ഇംഗിതത്തിന് പറ്റിയ ഒരു അമേരിക്കൻ താല്പര്യമുള്ള ഷിയയെ അവിടെ സ്ഥാപിക്കണമെന്ന് അമേരിക്കയും ബ്രിട്ടനും തീരുമാനിച്ചു. അങ്ങനെ 1925 ഇറാനിൽ പട്ടാള അട്ടിമറി നടന്നു. പട്ടാള അട്ടിമറിയിൽ അധികാരത്തിൽ വന്നു, രാജാവിനെ പുറത്താക്കി. അധികാരത്തിൽ വന്നതാരാ? റസാ ഷാ പഹ്ലവി. അയാൾ പട്ടാള ജനറലായിരുന്നു. ഷിയയായ പട്ടാള ജനറൽ. അതായത് ഇറാൻ രാജവംശം ഷിയയാണ്. പക്ഷേ ഈ ഷിയാക്കളെ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഇംഗിതത്തിന് പറ്റൂലാണ്. അവസാനത്തെ അഹമ്മദ് ഷായെ കൊണ്ട് മനസ്സിലാക്കിയപ്പോൾ അഹമ്മദ് ഷാനെ ഒഴിവാക്കിയിട്ട് അവർക്ക് പറ്റുന്ന ഒരു ഷിയയെ അവിടെ നിർത്താൻ ബ്രിട്ടൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1920. അതെന്നെ ഇതാണ് റസാ ഷാ പഹ്ലവി. പട്ടാള ജനറലായിരുന്നു. വലിയ സുഖലോലുപന, ബ്രിട്ടന്റെ പോറ്റുകുട്ടിയ, ബ്രിട്ടന്റെ പൊന്നുമോന. കണ്ടാൽ തന്നെ ഒരു ഹാഫ് ബ്രിട്ടൻ കട്ട. ഇയാള് അവിടെ 1925 ഷിയാക്കൾക്കിടയിൽ പട്ടാള അട്ടിമറി നടത്തിയിട്ട് സൗകര്യപ്പെട്ട ഒരു ഷിയയെ അവിടെ കുടിയിരുത്തി. 1925 മുതൽ 1979 വരെ ഇറാൻ ഭരിച്ചിട്ടുള്ളത് ഇയാളും ഇയാളെ മകനുമാണ്. ഇനി വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. 25
25 ഇയാൾ റസാ ഷാ പഹ്ലവി എന്ന ഷിയ ഇറാന്റെ രാജാവായി ഭരണാധികാരിയായപ്പോൾ ആദ്യമായി നമുക്ക് വലിയ ഇഷ്ടമായി, നമുക്ക് തൃപ്തിയായി, നമ്മളെ നമുക്ക് പറ്റും, നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞ് ആദ്യം കത്തയച്ചത് വഹാബിയായ അബ്ദുൽ അസീസാണ്. പഠിച്ചു നോക്ക്. ആദ്യം ചൂണ്ടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പഠിക്ക്. നിങ്ങളെ മുജദ്ദിദുണ്ടല്ലോ, ആ പറഞ്ഞ മുസ്ലിം ലോകത്തെ ഒറ്റിക്കൊടുത്ത ഈ അബ്ദുൽ അസീസ്, അയാളാണ് എന്ത് ചെയ്തത്? അയാളാണ് സാക്ഷാൽ റസാ ഷാ പഹ്ലവിയെ അവിടെ ബ്രിട്ടൻ കുടിയേറ്റിയപ്പോൾ ആദ്യമായി അനുമോദിച്ച് കത്തയച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ തന്നെയാണ് അവിടെ വരേണ്ടത്, നമുക്ക് ഭായി നമ്മളിങ്ങനെ യോജിച്ചെന്നെ മുന്നോട്ട് പോകും, നമ്മൾ രണ്ടാളും ഒരു പാപ്പാന്റെ കുട്ടിയല്ലേ എന്ന നിലക്ക്. സത്യമാണ്. ഇവർക്ക് ഈ ഇസ്ലാം ഒന്നല്ല പ്രശ്നം, ഇവർക്കൊരു കാലത്ത് ഇസ്ലാം പ്രശ്നമില്ല, ഇവർക്ക് പ്രശ്നം അമേരിക്ക ബ്രിട്ടനാണ്. അത് ചിന്തിക്കാത്തവന് മര്യാദക്കുള്ള കഞ്ഞി കുടിക്കൂലെന്നാണ് മനസ്സിലാക്കേണ്ടത്. മര്യാദക്കൊരു കഞ്ഞി കുടിക്കണവന് മനസ്സിലാകും വഹാബികൾക്ക് അമേരിക്കയേക്കാൾ വലിയൊരു അള്ളയില്ല, റസൂലുമില്ല. ബ്രിട്ടനേക്കാളും വലിയ അള്ളാഹു ഇല്ല, റസൂലുമില്ല. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോഴ് വന്നപ്പോൾ ഒരു മുഹമ്മദ് ബിൻ സൽമാൻ നാശായതല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്. വലിയ നേതാവായ അല്ലെങ്കിൽ ഒരു ഷിയ രാജ്യത്തെ അധികാര കൈമാറ്റം വന്നിട്ട് ഒരു സുന്നി അധികാരത്തിൽ കയറിയ കത്തേക്കാം. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്ക്.